ഹലോ, ഇന്ന് നമുക്ക് വെറൈറ്റി ആയിട്ടുള്ള റെസിപ്പി ഉണ്ടാക്കിയാലോ? നമ്മൾ വീട്ടിലുണ്ടാക്കിയ മിൽക്ക് മെയ്ഡ് ഉപയോഗിച്ചിട്ടാണ് കേട്ടോ ഞാനിപ്പോൾ ഈ റെസിപ്പി ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ളത്. കണ്ടാൽ പുഡിങ്ങാന്നൊക്കെ തോന്നും, വേണമെങ്കിൽ ഇതിന് പുഡിംഗ് എന്ന് പറയാം, അല്ലാന്നുണ്ടെങ്കിൽ കേക്ക് എന്നും പറയാം കേട്ടോ. എന്താണെങ്കിലും എളുപ്പത്തിൽ ഉണ്ടാക്കുകയും ചെയ്യാമെന്ന് നല്ല ടേസ്റ്റുമാണ്. മാത്രമല്ല നമ്മുടെ വീട്ടിലുള്ള ചേരുവകൾ മാത്രം മതി ഇത് ഉണ്ടാക്കാൻ. അപ്പോൾ ആദ്യം തന്നെ നമുക്കൊരു പാനിലേക്ക് 4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ 250 ml കപ്പിൽ 4 കപ്പ് വെള്ളമാണ് ഇതിലേക്ക് ചേർത്തിട്ടുള്ളത്. അപ്പോൾ വെള്ളം നല്ല പോലെ ഒന്ന് ചൂടാക്കി എടുക്കുക. വെള്ളമൊക്കെ ഇപ്പോൾ ഇവിടെ ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഫ്ലേവറിന് വേണ്ടിയിട്ട് 2 ടേബിൾ സ്പൂൺ കോഫി പൗഡറാണ് കേട്ടോ ചേർക്കുന്നത്. അപ്പോൾ ഞാൻ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ 2 ടേബിൾ സ്പൂൺ ഒരു ബൗളിലൊക്കെ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം ചേർത്ത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്യുക. ഇനിയിപ്പോൾ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ അല്ലാന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ, കുറച്ച് കോഫി ഉണ്ടാക്കിയിട്ട് ഇതിലേക്ക് ചേർത്താലും മതി. അപ്പോൾ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള കോഫി ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് മധുരത്തിന് ആവശ്യമായിട്ട് 4 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ മധുരത്തിന് ആവശ്യമായിട്ട് പഞ്ചസാര മാത്രമല്ല ചേർക്കുന്നത്, മിൽക്ക് മെയ്ഡ് ചേർക്കുന്നുണ്ട്, അതായത് കണ്ടൻസ്ഡ് മിൽക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിരുന്നല്ലോ കഴിഞ്ഞ വീഡിയോയിൽ, അതാണ് കേട്ടോ ഞാനിപ്പോൾ ഇതിലേക്ക് ചേർക്കുന്നത്. ഇത് 300 ഗ്രാമാണ്. നമ്മൾ ഉണ്ടാക്കിയ കണ്ടൻസ്ഡ് മിൽക്ക് ആ അളവിനനുസരിച്ച് 300 ഗ്രാമാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ 300 ഗ്രാം കണ്ടൻസ്ഡ് മിൽക്കും ഞാനിപ്പോൾ ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇനി ഇത് നല്ല പോലെ ഒന്ന് തിളപ്പിച്ചെടുക്കുക. അപ്പോൾ ഇതിവിടെ തിളച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് 1 കപ്പ് റവയാണ് കേട്ടോ ചേർക്കുന്നത്. ഞാനിപ്പോൾ വറക്കാത്ത റവ തന്നെയാണ് ചേർത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ വറുത്ത റവയാണെങ്കിലും പ്രശ്നമൊന്നുമില്ല. അപ്പോൾ റവ ഇനി നമ്മൾ നല്ല പോലെ ഒന്ന് കുക്ക് ചെയ്യണം. ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ തന്നെ കുക്ക് ചെയ്യുക. ഇത് കണ്ടപ്പോൾ നല്ല തിക്കായി വന്നിട്ടുണ്ട്. നമ്മൾ 4 കപ്പ് വെള്ളത്തിലോട്ട് 1 കപ്പ് റവ ചേർത്തിട്ടാണ് കേട്ടോ വേവിച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ആ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുക്കേണ്ടത്, എന്നാലാണ് നല്ലൊരു ടെക്സ്ചറിൽ നമുക്കിത് കിട്ടുള്ളൂ. ഇതിപ്പോൾ ഇവിടെ നല്ല തിക്കായി വന്നിട്ടുണ്ട്. ഇനി നല്ലൊരു ഫ്ലേവറിന് വേണ്ടി ഞാൻ ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ചേർത്തിട്ടുണ്ട്. പിന്നെ ഒരു പിഞ്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്യുക. നല്ല മധുരമുള്ള സ്നാക്ക് ആയതുകൊണ്ട് തന്നെ നമ്മളൊരു പിഞ്ച് ഉപ്പും കൂടെ ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ ടേസ്റ്റ് ഒന്നും കൂടെ കൂടി കിട്ടും. അപ്പോൾ ഇതിപ്പോൾ നല്ല പോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും മതി കേട്ടോ. അതിപ്പോൾ നല്ല തിക്കായിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമ്മൾ ചൂടോട് കൂടി തന്നെ ഇത് മോൾഡിലേക്ക് മാറ്റണം കേട്ടോ. അപ്പം നമ്മൾ ഏത് പാത്രത്തിലാണോ ഇത് സെറ്റ് ചെയ്യാൻ വെക്കുന്നത്, ആ പാത്രത്തിൽ കുറച്ച് നെയ്യൊക്കെ തടവിയതിന് ശേഷം വേണം അത് ഒഴിച്ചു കൊടുക്കാൻ. ചൂടോട് കൂടി തന്നെ ഒഴിച്ചു കൊടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് സെറ്റായിട്ട് കിട്ടും റവ ആയതുകൊണ്ട് തന്നെ. അപ്പോൾ ഞാൻ നെയ്യൊക്കെ തടവി വെച്ചതിന് ശേഷമാണ് ഇപ്പോൾ ഇതിലോട്ട് ഇത് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. നമുക്ക് ഇഷ്ടമുള്ള പാത്രത്തിൽ ഒഴിച്ചു വെക്കാം കേട്ടോ. ഞാനിപ്പോൾ ഒരു ഭംഗിക്ക് വേണ്ടി ഇതുപോലെ ഫ്ലവർ ഷേപ്പിലുള്ള ഒരു പാത്രത്തിൽ ഒഴിച്ചു വെച്ചു എന്നേ ഉള്ളൂ. എന്നിട്ട് നല്ല പോലെ ഒന്ന് കൊട്ടിക്കെടുക്കുക. എയർ ബബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പോകാൻ വേണ്ടിയിട്ടാണ്. ഇത് സെറ്റായി കഴിയുമ്പോൾ മോൾഡിൽ നിന്ന് പെട്ടെന്ന് വിട്ടു പോരുന്നതിന് വേണ്ടിയിട്ടാണ് നെയ്യൊക്കെ തടവി കൊടുക്കുന്നത്. നെയ്യിന് പകരം വേണമെന്നുണ്ടെങ്കിൽ ബട്ടറോ അല്ലെങ്കിൽ ഓയിലോ തടവിയാലും മതി. ബാക്കിയുള്ളത് ഞാനിതുപോലെ ഫ്ലവർ ഷേപ്പിലുള്ള ചെറിയൊരു മോൾഡിലേക്ക് തന്നെയാണ് ആക്കിയിട്ടുള്ളത്. പിന്നെ ബാക്കിയുള്ളത് ഇതുപോലെ കപ്പ് കേക്കിൻ്റെ ഒരു മോൾഡിലേക്കാണ് ആക്കുന്നത് കേട്ടോ. അത് സിലിക്കോൺ മോൾഡാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വലിയൊരു പാത്രത്തിൽ എല്ലാം ഒന്നിച്ച് സെറ്റ് ആവാൻ വേണ്ടി വെച്ചാലും മതി. ഇല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ ചെറിയുള്ള പാത്രത്തിലോ അല്ലെങ്കിൽ ഗ്ലാസ്സിലോ ഒക്കെ സെറ്റ് ചെയ്യാൻ വെക്കാം. അപ്പോൾ ഞാൻ അരമണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷമാണ് കേട്ടോ അത് എടുക്കുന്നത്. ഫ്രിഡ്ജിൽ വെച്ചിട്ട് സെറ്റ് ചെയ്യണമെന്നൊന്നുമില്ല, പുറത്ത് വെച്ചാലും സെറ്റായിട്ട് കിട്ടും. അപ്പോൾ നല്ലൊരു ഫ്ലേവറിനും ടേസ്റ്റിനും വേണ്ടിയിട്ട് ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ചോക്ലേറ്റ് സിറപ്പ് ഒന്ന് ഒഴിക്കുന്നുണ്ട്. ഇതിപ്പോൾ വെറുതെ ഒരു ഭംഗിക്ക് വേണ്ടി മാത്രം ചെയ്തതാണ് കേട്ടോ. പിന്നെ കുറച്ച് വൈറ്റ് ചോക്ലേറ്റ് സ്പ്രിങ്കിൾസ് ഇതിൻ്റെ മുകളിൽ കൂടെ ഒന്ന് വിതറിയിട്ട് കൊടുക്കുന്നുണ്ട്. നമ്മളിതൊന്നും ചേർത്തില്ലെങ്കിലും ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് നല്ല പോലെ തണുപ്പിച്ചിട്ട് സെർവ് ചെയ്യാം. ഇല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ ചൂടോട് കൂടി വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും കഴിക്കാം. അപ്പോൾ എന്താണെങ്കിലും നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സംഭവം തന്നെയാണിത്. വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിന് പുഡിംഗ് എന്ന് വിളിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ കപ്പ് കേക്ക് അല്ലെങ്കിൽ മോൾഡ് കേക്ക് എന്നൊക്കെ പറയാം കേട്ടോ. നല്ല ടേസ്റ്റാണ്, എളുപ്പത്തിൽ ഉണ്ടാക്കുകയും ചെയ്യാം. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ഇനിയിപ്പോൾ ഇഷ്ടമായില്ല എന്നുണ്ടെങ്കിൽ ഡിസ്ലൈക്കും ചെയ്യാം. അപ്പോൾ നമ്മുടെ ഗിവ് അവേയിൽ പങ്കെടുക്കുന്നവർ ഫുൾ വീഡിയോ കണ്ടതിന് ശേഷം കമൻറ്റ് ചെയ്യുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം വേണം കേട്ടോ കമൻറ്റ് ചെയ്യാൻ. എന്നാലേ നിങ്ങളുടെ കമൻറ്റ് ഗിവ് അവേയിൽ ഉൾപ്പെടുത്താൻ പറ്റുള്ളൂ. അപ്പോൾ മറ്റൊരു കിടിലൻ റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.